ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് അല്ലയോ പ്ലക്കമ്മ ശാരികെ, നിങ്ങളുടെ പ്ലക്കിംഗ് വേൾഡിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവളെ സംരക്ഷിക്കുന്നതായി കാണിച്ചുകൊണ്ട് അവർക്ക് ഊക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന നീ ഒരുത്തി മാത്രമാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇവക്ക് ആരും എന്തും ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കുഴപ്പം. നീ പ്ലക്കത്തി, നീ ആണ് ആദ്യം അവളെ പറ്റി ഇങ്ങനത്തെ വൃത്തികേടുകൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു തന്നത്. അതുകൊണ്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നീ പറയുമ്പോൾ ആഹാ, വേറുള്ളവർ പറയുമ്പോൾ ഓഹോ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ പ്ലക്കമ്മയാണ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവളെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തി അപമാനിച്ചത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഈ രേണുവിന്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന പാവ കൊച്ചാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കയ്യിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. എന്നെ വിളിക്കുന്നത് പൊതുമുതലാണ്. രേണു സുധി പൊതുമുതലാണ് എന്ന് പറയുന്നത് ഞാനല്ലല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് കേട്ടില്ലേ? രേണു സുധി പൊതുമുതലാണെന്ന് പറയുന്നത് പ്ലക്കമ്മയാണ്. കേട്ടല്ലോ? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇറങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്? ഇനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാൽ ചെയ്തു ചെയ്യണോ? അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ജോലി പ്ലക്കമ്മേ, ഇതൊക്കെ നീ ചോദിച്ച ചോദ്യമല്ലേ? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെ ഹോബി. ഒരു ടെലിഫിലിം അഭിനയിച്ചതിന് അവളോട് ഈ ചോദ്യം നിനക്ക് ചോദിക്കാമെങ്കിൽ ഇപ്പോ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ അവൾ കിടന്ന് കാണിക്കുന്ന പേക്കൂത്ത് കണ്ട ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ നിനക്ക് നൊന്തോ? ഇത് എന്ത് നീതിയാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഒരിക്കലുമില്ല. സൂചന എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ ഡിവോഴ്സ് ആകുന്ന സൂചന പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സൂചന എനിക്കറിയാം. പിന്നെ ഞാൻ സൂചന ഡിവോഴ്സ് വേറൊന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പൊ നീ ഡിവോഴ്സ് ചെയ്യൂന്നൊക്കെ സൂചിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാകുന്നില്ല ഇവർ തമ്മിൽ നല്ല സ്വരസത്യത്തിൽ ആയിരുന്നില്ല എന്നുള്ളത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. നിയമപരമായി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ശുദ്ധ നുണയാണ്. ഇവക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. നന്നായിട്ടുണ്ട്. അത് ഉള്ളത് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയുടെ കയ്യിൽ മാത്രമാണ്. ആദ്യം എന്ന് പറയുന്ന ആ ഭാര്യയുടെ കയ്യിലും ആ സർട്ടിഫിക്കറ്റ് ഇല്ല, ഇവരുടെ കയ്യിലും ഇല്ല. ഫേക്ക് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും കൂടെ മനസ്സിലാക്കിയ ശേഷം ചെയ്യുക. കാരണം നിയമപരമായി അയാളുടെ ഭാര്യയാണെന്ന് ഇപ്പോഴും, അതായത് ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്നതിനപ്പുറം രജിസ്റ്റേർഡ് ചെയ്ത ഒരു ഭാര്യ എന്ന നിലയിൽ രണ്ടാമത്തെ ഭാര്യ മാത്രമാണ് ഉള്ളത്. മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു. പക്ഷെ താങ്കളൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റില്ല. എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അഹങ്കാരി. അപ്പൊ ജനങ്ങൾ നമ്മളെ കാണുന്നതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞത് ജനങ്ങൾ കാണുമ്പോൾ കാണിക്കാൻ കുറച്ച് ദിവസത്തെ തർക്കം കൂടിയിട്ടില്ല. ഒരിക്കലും എനിക്ക് ഒരു തർക്കമില്ല. ഞാൻ ഞാൻ രാവിലെ കേരളത്തിൽ വന്ന് രാവിലെ ലോക്കൽ ട്രെയിൻ തന്നെ ഇടിച്ചു കുത്തിയാണ്. ലോക്കലുകൾ പിന്നെ ലോക്കൽ ട്രെയിനിലല്ലാതെ പിന്നെ ഫ്ലൈറ്റിൽ കയറി പോകാൻ പറ്റുക? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയ ഇവിടെ ഉള്ളവരടുത്തൊക്കെ നിങ്ങൾ എയർപോർട്ട് കണ്ടിക്കാ എന്ന് ചോദിച്ച മിടുക്കിയാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.